സുഹൃത്തുക്കളെ, കറുത്തവന് ഒരു നിയമം, വെളുത്തവന് മറ്റൊരു നിയമം. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കേരള ഗവൺമെന്റ് വനാംഗ വകുപ്പ് ഈ കറുത്തവന്റെ ശരീരത്തിലെ ആ ഒരു പുലിപ്പല്ല് മാത്രം കണ്ടെത്താൻ കഴിയുന്നത്? ആ ഒരു പുലിപ്പല്ല് അവൻ കാട്ടിൽ പോയിട്ട് ഏതോ പുലിയെ വെടിവെച്ചു കൊന്ന് അല്ലെങ്കിൽ വേട്ടയാടി അതിന്റെ പല്ല് ഊരിയെടുത്ത് തൃശ്ശൂരിൽ കൊണ്ടുപോയിട്ട് വെള്ളി കെട്ടിച്ച് കഴുത്തിലണിഞ്ഞതാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നത്. എന്തൊരു മഹാവിഡ്ഢിത്താണ്, എന്തൊരു ന്യായമില്ലായ്കയാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അസംഭവ്യമാണെന്ന് സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടും പക്ഷേ ഇത് ഇവർ വിടാതെ പിന്തുടരുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, കറുത്തവന് വേറെ നിയമമാണ്, വെളുത്തവന് മറ്റൊരു നിയമമാണ്. ഞാനിപ്പോൾ കാണിച്ചിരുന്ന ചിത്രത്തിൽ നിങ്ങൾക്കറിയാം, ആദ്യ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് നമ്മുടെ നടൻ ജയറാമാണ്. സ്വർണം കെട്ടിയിരിക്കുകയാണ്. വെള്ളിയല്ല സുഹൃത്തുക്കളെ, സ്വർണം കെട്ടിയ ഒരു വലിയ മാലയാണ്. ആ വലിയ സ്വർണ്ണമാലയുടെ ലോക്കറ്റായി തൂങ്ങിക്കിടക്കുന്നത് 2 പുലി നഖമോ അല്ലെങ്കിൽ 2 പുലിപ്പല്ലോ ആണ്. എന്തായാലും പണമുള്ള അത്യാവശ്യ സമ്പത്തുള്ള ജയറാം ആടിന്റെയും മറ്റും കൊമ്പ് ഇങ്ങനെ അണിയില്ല. ഇനിയിപ്പോ ആനക്കൊമ്പ് തന്നെയാണെങ്കിലും ഇത് ലൈസൻസ് വേണം, ലൈസൻസ് ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് രാജാവിനെ പോലെ തൃശ്ശൂരിന്റെ നഗരവീഥികളിലൂടെ നടന്ന ഒരു നേരിയതുമുടുത്ത ഒരു മേൽമുണ്ട് മാത്രം ദേഹത്ത് ധരിച്ച് നടന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മഹാനായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് നെഞ്ചത്തും നിങ്ങൾക്ക് 2 പല്ലുകൾ കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞു നിൽക്കുന്ന 2 പല്ലുകൾ അല്ലെങ്കിൽ 2 നഖങ്ങൾ. ഏത് പുലിയുടേതാണ് എന്ന് അന്വേഷിക്കുക തന്നെ വേണം. കാരണം ഈ വേടൻ ഇങ്ങനെ ഒറ്റ പുലിപ്പല്ലിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ ഇതെന്തോ മഹാപരാധം ചെയ്തു, ഏതോ കാട്ടിൽ പോയിട്ട് ഇതാ വെടിവെച്ചു കൊന്ന് വേട്ടയാടിയതാ ഇപ്പോൾ പുലിപ്പല്ല് മണി നടക്കുന്നുള്ള സംഗതി നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ പോലീസ് ഇത്തരക്കാരുടെ നെഞ്ചത്തേക്കൊന്നും കയറാത്തെ? ഇതുവരെയും ജയറാം ഇങ്ങനെ ആ ഒരു ചെണ്ട കൊട്ടാൻ വേണ്ടി പോണ സമയത്ത് പുലിപ്പല്ലും ധരിച്ച് ചെണ്ട കൊട്ടുന്ന സമയത്ത് അവിടെ ഒരു പോലീസുകാരും ഉണ്ടായിരുന്നില്ലേ? ഒരു പോലീസുകാർക്കും ആ ധരിച്ചിരിക്കുന്നത് ഒരു വന്യമൃഗത്തിന്റെ പല്ലാണോ എന്നുള്ള സംശയം എന്തുകൊണ്ട് തോന്നിയില്ല? വേടന്റെ മുറിയിലേക്ക് 5-6 ഗ്രാം കഞ്ചാവ് ഉണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു കയറി അത് 9 പേരെ പിടിക്കുന്നു. വെറും സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയുന്ന ആ ഒരു കേസിൽ വളരെ പെട്ടെന്ന് ട്വിസ്റ്റ് ഉണ്ടാക്കി, പെട്ടെന്ന് അതിൽ നിന്ന് അവന് പിടിക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യമായത് കൂടിയിട്ട് വളരെ പെട്ടെന്ന് അവന്റെ കഴുത്തിൽ തൂങ്ങിക്കെടുക്കുന്ന പുലിപ്പല്ലിലേക്ക് എങ്ങനെ കേസ് പോയി എന്ന് നമ്മൾ അന്വേഷിച്ചറിയുക തന്നെ വേണം. അതാ ഞാൻ മുന്നേ തന്നെ പറഞ്ഞത്, എവിടൊക്കെയോ എന്തൊക്കെയോ ഫിഷി മണക്കുന്നുണ്ട്. ചില ഗൂഢാലോചനകൾ ഇതിന്റെ പുറകിലുണ്ടോ എന്ന് ഇപ്പൊ തന്നെ ഒരു MLA അത് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. ചില ഗൂഢാലോചന ഇതിന്റെ പുറകിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ഞാൻ പറയുന്നത് പച്ച വെളിച്ചത്തിൽ ചെണ്ട കൊട്ടുന്ന ജയറാമിന്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആ മാലയിലെ ലോക്കറ്റ് ഏതെങ്കിലും പുലിയുടെ പല്ലാണോ, ഏതെങ്കിലും ഇന്ത്യൻ പുലിയുടെ നഖമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആനയുടെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയതാണോ എന്നുള്ള സംശയം അവിടെയുള്ള ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിനും തോന്നാത്തത് എന്തുകൊണ്ടെന്നുള്ളതാണ്. അടുത്തത് പറയാൻ കഴിയുന്നത് ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കഴുത്തിലും ഈ അടുത്ത് പോലും അദ്ദേഹത്തെ ഒരു അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു പോക്സോ കേസിലാണ് ഈ ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തത്. ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ അർദ്ധനഗ്നയാക്കി അവളെ നിർത്തിയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്തു, അത് പബ്ലിഷ് ചെയ്തു എന്ന കേസിലാണ് ഇപ്പോൾ ഇയാള് കുടുങ്ങിക്കിടക്കുന്നത്. എന്തായാലും സ്റ്റേഷൻ ജാമ്യം കിട്ടിയൊക്കെ മറ്റൊക്കെ പുറത്തു വന്നെന്ന് അറിയാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റേഷനിൽ വെച്ച് ഈ കഴുത്ത് തൂങ്ങിക്കിടക്കുന്ന ആളുടെ നെഞ്ചത്ത് കിടക്കുന്ന ഈ മനുഷ്യന്റെ ഈ ഒരു പല്ലാണോ അല്ലെങ്കിൽ ആനക്കൊമ്പാണോ അല്ല അത് വെറും പ്ലാസ്റ്റിക് ആണോ എന്ന് സ്വർണം കെട്ടിച്ച് എന്തായാലും പ്ലാസ്റ്റിക് ഇവന്മാര് അണിഞ്ഞു നടക്കില്ല. നമുക്ക് കൃത്യമായിട്ടും സാമാന്യ ബുദ്ധിയോടെ നമുക്ക് അന്വേഷിച്ചറിയാവുന്ന കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു പോക്സോ കേസിന് പുറകെ തന്നെ വനം വകുപ്പ് കൂടി നെഞ്ചത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ നായരുടെ അങ്ങനെ തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു, ഇയാളൊരു നായരാണ്, എന്നാൽ വേടൻ നായരല്ല. എന്നാൽ ഈ നായരുടെ നെഞ്ചത്ത് തൂങ്ങിക്കിടക്കുന്ന ആ ഒരു മാലയിലെ ആ ഒരു കൊമ്പ് ഏത് തരം കൊമ്പാണ്? അത് പുലിയുടേതാണോ, ഇനി സിംഹത്തിൻ്റെതാണോ, ഇനി പല്ലാണോ, നഖമാണോ എന്ന് പോലീസ് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ. പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ ലാലേട്ടാണ്. മോഹൻലാലിന്റെ വീട്ടിൽ 2011 എങ്ങാണ്ടാണ് ആനക്കൊമ്പ് വേട്ട നടന്നത്. 1-2 ആനക്കൊമ്പല്ല കേട്ടോ, 13-14 ആനക്കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ശില്പങ്ങളും മറ്റും അവിടെയുണ്ട്. അത് അവിടെ കൈവശം വെക്കണമെങ്കിൽ വനം വകുപ്പിന്റെ അനുമതി വേണമെന്നുള്ളതാണ്. പക്ഷെ മുൻകൂർ അനുമതി വാങ്ങിച്ചു എന്നുള്ള കേസുമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇപ്പോൾ വേടൻ അലഞ്ഞു നടക്കുന്ന പോലെ ഇങ്ങനെ പോലീസ് ജീപ്പിൽ അലഞ്ഞു നടക്കേണ്ട ഗതികേട് നമ്മുടെ മോഹൻലാലിന് വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അതൊക്കെ അവിടെ കെടുക്കട്ടെന്ന് ഒരാളെ കൂടി ഞാൻ പറഞ്ഞുതരാം. അയാളുടെ പേര് അഖിൽ നമ്പ്യാർ. അഖിൽ
നമ്പ്യാരാണ് എന്തായാലും അഖില് മേനോനോ നമ്പ്യാർ ഏതൊരു സാധനമാണ്. എന്തായാലും ഈ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ പറയുന്നതുപോലെ സവർണനാണ്. ആ സവർണന്റെ കഴുത്തിലും കാണാം ഒറ്റ പല്ല്, അല്ലെങ്കിൽ ഒറ്റ കൊമ്പ്, അല്ലെങ്കിൽ ഒറ്റ നഖം നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്വർണം കെട്ടിച്ചതാണ് കേട്ടോ, വെള്ളി കെട്ടിച്ചതല്ല. ഈ ഒരു പാവപ്പെട്ടവനും കെട്ടിച്ച പോലെ വെള്ളി കെട്ടിച്ചതല്ല, സ്വർണം കെട്ടിച്ച കൊമ്പ് കാണാം. എന്തേ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും മറ്റും ഇതൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഞാൻ പറയുമ്പോൾ മാത്രമാണ് പലർക്കും വലിയ പ്രശ്നമുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, എനിക്ക് വായിച്ചു തരാൻ പോകുന്നത് സുനിൽ പി ഇളാഡ് എന്ന് പറയുന്ന നമ്മുടെ കേരളം ആരാധിക്കുന്ന, കേരളം മുഴുവൻ അറിയപ്പെടുന്ന പ്രൊഫസറായിട്ടുള്ള സുനിൽ പി ഇളാഡത്തിന്റെ ഒരു ലേഖനമാണ്, ഒരു എഴുത്താണ്. ആ എഴുത്ത് ഇങ്ങനെയാണ്: പുലിപ്പല്ല് കോർത്ത മാല ധരിച്ചതിന്റെ പേരിൽ 7 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റം ചുമത്തി സംഗീതകാരനായ വേടനെ അറസ്റ്റ് ചെയ്ത നടപടി അനുചിതവും തിരുത്തപ്പെടേണ്ടതുമാണ്. സാങ്കേതികമായി ഇക്കാര്യത്തിൽ ന്യായം പറയാനുണ്ടാവുമെങ്കിലും ഈ നടപടി നീതിയുടെ വിശാല താല്പര്യത്തിന് നിരക്കുന്നതല്ല. പുലിനഖമാല മുതൽ ആനക്കൊമ്പ് വരെ കൈവശമുള്ള ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിന്റെ എല്ലാം തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിലുമുണ്ട്. അതെല്ലാം ഒരു നടപടിക്കും, മോഹൻലാലിനാണ് ഉദ്ദേശിക്കുന്നത്, അതൊന്നും ഒരു നടപടിക്കും ഇങ്ങനെ വേടൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പോലെ മോഹൻലാൽ എപ്പോഴെങ്കിലും പോലീസ് ജീപ്പിൽ അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടോ എന്ന് പച്ചയ്ക്ക് ഞാൻ ചോദിച്ചു വന്നേ. അതാണ്, ഇതൊന്നും ഒരു നടപടിക്കും വിധേയമാകാതെ തുടരുമ്പോഴാണ് സ്റ്റേഷൻ ജാമ്യം കിട്ടിയ കേസിൽ തുടർച്ചയിൽ 7 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റം ചുമർത്തി വേടനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പൊതു സംസ്കാരത്തിൽ നിലീനമായ സവർണതയെ ആഴത്തിൽ വെല്ലുവിളിക്കുന്നതാണ് വേടന്റെ കല. സംഗീതത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന് ഒരുപാട് ഊർജം പകർന്ന ഒന്നാണത്. വേടന്റെ കലയ്ക്കും അതിന്റെ രാഷ്ട്രീയത്തിനുമെതിരായ കടന്നാക്രമണം കൂടിയാണ് ഈ നടപടി. കഞ്ചാവ് കേസിൽ നിയമപരമായ നടപടികൾ തുടരുമ്പോൾ തന്നെ ഇക്കാര്യത്തിൽ, ഈ ഒരു കാര്യത്തിൽ പുനഃപരിശോധന നടത്താനും വേണ്ട തിരുത്തലുകൾ വരുത്താനും അധികാരികൾ തയ്യാറാകണം. കൃത്യമാണ് സുനിൽ പി ഇളയിട മാഷ് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു സ്റ്റേഷൻ ജാമ്യം കിട്ടി പുറത്തു വരാവുന്ന ഒരു കേസ് മാത്രമാണ് ആ ഒരു കഞ്ചാവ് കേസ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് അവനകത്തിട്ടേ ഒക്കൂ, അവനെങ്ങനെയെങ്കിലും അകത്തിട്ടേ ഒക്കൂ എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു പുലി നഖത്തിന്റെയും പല്ലിന്റെയും നിലയ്ക്ക് പോലീസുകാർ കടന്നു കയറുന്നത്. അതെന്തിന്റെ പുറത്താണ്? ഇതുവരെ ഈ മോഹൻലാലിന്റെയോ അല്ലെങ്കിൽ ജയറാമിന്റെയോ ഈ നായരുടെയോ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന്റെയോ ഒന്നും നെഞ്ചത്ത് കയറാത്ത ആളുകൾ എന്തുകൊണ്ടാണ് ഇയാളുടെ ദേഹത്തേക്ക് വളരെ പെട്ടെന്ന് കയറിപ്പോയത്? അതാ പറയുന്നത്, കറുത്തവനൊരു നീതിയാണ്, വെളുത്തവന് മറ്റൊരു നീതിയാണ്. ഇപ്പോഴും ഈ 2025 നമ്മുടെ കേരളത്തിൽ എന്നത് പറയാതിരിക്കാൻ വയ്യ. സുഹൃത്തുക്കളെ, വിട വാങ്ങട്ടെ, ഒപ്പം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ. ബൈ.